ഹായ് മകളെ, ഒരുപാട് ദിവസങ്ങളായി നിങ്ങളുമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾക്കുള്ളൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ വെറുതെ ഇരിക്കുന്ന സമയത്ത് പോലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലാണെങ്കിൽ സബ്സ്ക്രൈബ് ഇത് ചെയ്യണമെന്നില്ല, നേരെ +1 ചാനൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം ഇനിയുള്ള നിങ്ങളുടെ അപ്ഡേഷനുകളൊക്കെ വരാൻ പോകുന്നത് നമ്മുടെ സൈലം +1 സയൻസിൻ്റെയും കൊമേഴ്സിൻ്റെ ഒക്കെ യൂട്യൂബ് ചാനലുകളിലാണ്. അപ്പോൾ ഹ്യൂമാനിറ്റീസുകാർക്ക് ഒരു സങ്കടം ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ അതും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾക്കുള്ള അപ്ഡേഷൻ കൂടി അവിടേക്ക് വരുന്നതാണ്. ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് +1 സയൻസ് കിട്ടാൻ അല്ലെങ്കിൽ കൊമേഴ്സ് കിട്ടാൻ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് കിട്ടാൻ എത്ര A+ വേണം. ഇതിൽ കമ്പ്യൂട്ടർ സയൻസ് ഉൾപ്പെടുന്നതാണ്. നിങ്ങൾക്കുള്ളൊരു സംശയമാണോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. പക്ഷേ നിങ്ങൾ മറ്റുള്ള കുട്ടികളെക്കാൾ മുന്നേ ചിന്തിച്ച് തുടങ്ങേണ്ട മക്കളാണ്. ഈ വെറുതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, +1 സയൻസ് കിട്ടാൻ ഫുൾ A+ വേണോ, ഇനി ഒരു 5 A+, 6 A+ ഒക്കെ ഉണ്ടെങ്കിൽ സയൻസ് കിട്ടുമോ എന്നുള്ള ചോദ്യമാണ്. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, പഠിക്കാൻ ഇഷ്ടം എന്ന് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ സയൻസ് എടുക്കണോ, കൊമേഴ്സ് എടുക്കണോ, ഹ്യൂമാനിറ്റീസ് എടുക്കണോ തീരുമാനിക്കുക. ഇനി നിങ്ങൾക്ക് ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും അതിൻ്റെ വീഡിയോയുമായിട്ട് നമ്മൾ വരുന്നതാണ്. നിങ്ങൾക്കുള്ള സംശയങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് കേട്ടോ. സോ ഏറ്റവും ആദ്യം തന്നെ പറയട്ടെ, 10 A+ ഒന്നും വേണമെന്നില്ല സയൻസ് കിട്ടാൻ. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. നിങ്ങളുടെ അഡ്മിഷൻ എന്ന് പറയുന്നത്, +1 അഡ്മിഷൻ എന്ന് പറയുന്നത് വളരെ രസകരമായുള്ള ഒരു പ്രോസസ്സാണ്. നിങ്ങൾക്ക് നീന്താൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഗ്രേഡ് പോയിൻ്റ്. നിങ്ങൾക്ക് അതേപോലെ തന്നെ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരേ പഞ്ചായത്തിലാണെങ്കിൽ, നിങ്ങളുടെ പഞ്ചായത്തും നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്കൂളിൻ്റെ പഞ്ചായത്തും സെയിം ആണ് എങ്കിൽ അവിടെ നിങ്ങൾക്ക് ഗ്രേഡ് പോയിൻ്റ് ഉണ്ട്. 10 A+ ഉള്ളൊരു കുട്ടി നിങ്ങളുടെ അയൽപക്കത്തുള്ള പഞ്ചായത്തിൽ നിന്നും പഠിക്കാൻ നിങ്ങളുടെ സ്കൂളിലേക്ക് വരുന്നു, നിങ്ങൾക്കും 10 A+ ആണ്. അപ്പോൾ ആരെ ചൂസ് ചെയ്യുന്നു വെച്ചാൽ ഒരു സംശയം വേണ്ട, നിങ്ങളെ ചൂസ് ചെയ്യും. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നീന്തൽ അറിയാത്ത ആളുകൾ ഈ വെക്കേഷൻ സമയത്ത് നീന്താൻ പഠിക്കുന്നത് നല്ലതായിരിക്കും, റിസ്ക് എടുക്കരുത്. പിന്നെ രണ്ടാമതൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇതിനെ പറ്റി ഇപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മാർക്കൊക്കെ വരട്ടെ. ഇപ്പം 3 A+ ഉള്ള കുട്ടിക്ക് വരെ സയൻസ് കിട്ടുന്നുണ്ട്, 2 A+ ഉള്ള കുട്ടിക്ക് സയൻസ് കിട്ടുന്നുണ്ട്, 5 A+ ഉള്ള കുട്ടിക്ക് സയൻസ് കൊമേഴ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പം A ഗ്രേഡോ A+കളോ ഇപ്പോൾ നിലവിൽ നിങ്ങൾ അതിനെപ്പറ്റി വെറീഡ് ആവരുത്. നിങ്ങൾക്ക് സയൻസ് കിട്ടാനുള്ള സയൻസ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് സയൻസ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനൊക്കെ നമ്മൾ എക്സ്റ്റേണൽ ട്യൂഷന് പോകണോ എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾക്കറിയാം, സയൻസ് എടുക്കുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു ട്യൂഷൻ സെലക്ട് ചെയ്യുന്നത് തന്നെയാണ്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, 10ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച സിലബസുമായിട്ട് വളരെ കുറച്ച് മാത്രം ബന്ധമുള്ള സിലബസാണ് നിങ്ങൾ +1 +2 പഠിക്കാൻ പോകുന്നത്. കൊമേഴ്സുകാർക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവർ ഇതുവരെ കാണാത്ത ടെക്സ്റ്റ് ബുക്കുകളും കോൺസെപ്റ്റുകളാണ് ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത്, A to Z വരെ. ഇപ്പോൾ നിലവിൽ സയൻസും കൊമേഴ്സിനും സൈലത്തിൽ ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഏറ്റവും മികച്ച ക്ലാസ്സുകൾ തന്നെയാണ്, യാതൊരു സംശയമില്ല, ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾ പൈസ കൊടുത്ത് വെറുതെ ജോയിൻ ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്. ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ 100% ഞങ്ങൾ റിസൾട്ട് ഉറപ്പ് പറയുകയാണ്. കാരണം ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാതെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. മാക്സിമം ക്വസ്റ്റ്യൻസുകൾ, അതേപോലെ തന്നെ കോൺസെപ്റ്റുകൾ വൃത്തിയിൽ പഠിപ്പിക്കുക, ചോദ്യങ്ങളെല്ലാം തന്നെ വൃത്തിയിൽ നിങ്ങളെ പഠിപ്പിക്കുക, യൂണിറ്റ് ടെസ്റ്റുകൾ, മന്ത്ലി ടെസ്റ്റുകൾ, മോഡൽ എക്സാമുകൾ, നിരന്തരമായുള്ള എക്സാമുകൾ, അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര പ്രത്യേകതകൾ നമ്മുടെ സൈലം ലേണിംഗ് ആപ്പിലുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് സൈലത്തിൻ്റെ അഗ്നി ബാച്ചിൽ, അതേപോലെ തന്നെ Kings 11 ബാച്ചിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പ് വരുത്തുക. അപ്പോൾ നമ്മളെ തമ്മിൽ കണ്ടതുപോലെ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് കിട്ടാൻ എത്ര A+ വേണമെന്ന ചോദ്യത്തിന് ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു ഉത്തരം പറയാൻ പറ്റില്ല. 3 A+ ഉള്ള കുട്ടിക്ക് വരെ കിട്ടാറുണ്ട്. പക്ഷേ അവിടെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് 3 അലോട്ട്മെൻറ്റുകളാണ് ഉണ്ടാവുക SSLCയിൽ. അതിൽ ആദ്യത്തെ 3 അലോട്ട്മെൻറ്റും കഴിഞ്ഞിട്ട് ലാസ്റ്റ് നിങ്ങൾക്ക് ഒഴിവുള്ള വേക്കൻസി ഉള്ള സീറ്റുകളിലേക്ക് കുട്ടികൾ എടുക്കുന്ന സമയത്തായിരിക്കും ഈ 3 A+കാർക്കൊക്കെ കിട്ടുന്നത്. എന്നാൽ 5 A+, 6 A+ ഉള്ള കുട്ടികൾക്ക് വലിയൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ അവരുടെ പഞ്ചായത്ത് തന്നെ ആണെങ്കിൽ അവർക്ക് A+ കിട്ടാറുണ്ട്. പിന്നെ സങ്കടമുള്ളൊരു കാര്യം, ഫുൾ A+ കിട്ടിയിട്ട് പോലും അഡ്മിഷൻ കിട്ടാത്തൊരവസ്ഥയും കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് റെയർ കേസുകളാണ്, നിങ്ങൾക്കാണ് എന്നല്ല പറയുന്നത്. അതായത് നമ്മൾ ഫുൾ A+ കിട്ടി, നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്കൂളിൻ്റെ എണ്ണം ആകെ 1 or 2 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഫുൾ A+, നമുക്കൊരു 40-50ഓളം സ്കൂളുകൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 40-50 100 സ്കൂളുകളാണെന്ന് അറിയില്ല, അതേതായാലും ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് വീണ്ടും പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അത്രയും സ്കൂളുകൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾ ഫുൾ A+ ആണ്, അതുകൊണ്ട് എനിക്ക് എന്തായാലും അഡ്മിഷൻ കിട്ടും, അതുകൊണ്ട് ഇവിടെ മാത്രം അപ്ലൈ ചെയ്താൽ മതി എന്ന് വിചാരിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് അങ്ങനെയല്ല. നിങ്ങൾക്ക് അഡ്മിഷൻ പ്രൊസീജിയറായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ വീഡിയോസുകളും നമ്മൾ ഈ ചാനലിലും അതുപോലെ തന്നെ +1 ചാനലിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. ആ സമയത്ത് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ A+ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് കിട്ടും, അഡ്മിഷൻ കിട്ടാത്തൊരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ വേറൊന്നും പറയാനില്ല. അപ്പോൾ സൈലത്തിൻ്റെ അഗ്നി ബാച്ച് ഏറ്റവും ബെസ്റ്റ് തന്നെയാണ്. അതേപോലെ തന്നെ യുവ ബാച്ച്, കൊമേഴ്സുകാർക്കാണെങ്കിൽ യുവ ബാച്ചും ബെസ്റ്റ് തന്നെയാണ്. താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് നിങ്ങളുടെ സീറ്റ് ഉടൻ തന്നെ ഉറപ്പ് വരുത്തുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലം ലേണിംഗ്. ബൈ.